ഹായ് ഗൈസ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വാച്ച് കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ. എൻ്റെ വാച്ച് കളക്ഷൻസ് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ്. ഒത്തിരി ഹാപ്പിയാണ് ഞാൻ, കാരണം എല്ലാം എൻ്റെ മാത്രമല്ല എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ ഉണ്ട് ഇതിനകത്ത്. സോ നമുക്ക് ഈ വാച്ചുകളൊക്കെ ഒന്ന് കാണാം. ഈ അമടപ്പെട്ടി ഇങ്ങനെ തുറക്കുമ്പോൾ സുന്ദരമായ ഇത്രയും വാച്ചുകൾ കാണാൻ പറ്റും. എല്ലാം നല്ല അടിപൊളി വാച്ചുകളാണ്, കാണുമ്പം തന്നെ അറിയാലോ അല്ലേ. അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാവേ. ഫസ്റ്റ് വൺ അത് എൻ്റെ തന്നെ ആയിക്കോട്ടെ അല്ലേ, എന്തിനാണ് ഞാനായിട്ട് കുറക്കുന്നത്. അപ്പം എൻ്റെ ഈ ഗോൾഡൻ ഷെയ്ഡെന്ന് പറയാൻ ഒക്കത്തില്ല, റോസ് ഗോൾഡ് ഷെയ്ഡിലുള്ള ഈ ഒരു ഫോസിലിൻ്റെ വാച്ച് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഫോസിൽ ബ്രാൻഡല്ല, MKയുടെ മേടിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചിട്ടുള്ളത്. അങ്ങനെ ഇരിക്കെ ഈ കഴിഞ്ഞ എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ കെട്ടിയവൻ സർപ്രൈസായിട്ട് എനിക്ക് വാച്ച് കൊണ്ട് തന്നു. ഞാൻ ഒത്തിരി ഹാപ്പിയായി, കാര്യം ഞാൻ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു വാച്ചിന് വേണ്ടി. ഞാൻ അത്യാഗ്രഹിച്ച് എനിക്ക് കിട്ടിയത് കാരണം ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. എപ്പോഴും അതുകൊണ്ട് ഈ ആമാടെ പെട്ടിക്കകത്ത് തന്നെ വെച്ചിരിക്കും. എവിടെയെങ്കിലും നല്ല സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രം, അതും വളരെ റെയറായിട്ട് മാത്രം ഞാൻ എടുത്ത് കെട്ടും. അപ്പം സൂപ്പറല്ലേ എൻ്റെ ഈ വാച്ച്? കമൻറ്റ് ചെയ്യണേ ഇഷ്ടപ്പെട്ട. അടുത്തത് ദോണ്ടെ ഈ ഒരു ലീ കൂപ്പറിൻ്റെ വാച്ചാണ് കേട്ടോ. ഇത് പറയണ്ടല്ലോ, മനസ്സിലായി കാണും, എൻ്റെ കെട്ടിയോൻ്റെതാണ്. കെട്ടിയോൻ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് വലിയ കേടൊന്നും ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇരിപ്പുണ്ട്. കുറച്ച് സ്ക്രാച്ചുകൾ അവിടെ ഇവിടെ ഉണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതിനെപ്പറ്റി വലിയ ആധികാരികമായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല, കാര്യം എനിക്ക് ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല. അപ്പം നമുക്ക് അടുത്തത് കണ്ടാലോ. അടുത്തത് വീണ്ടും ലീ കൂപ്പർ തന്നെ വന്നിരിക്കുന്നു. ഇതും എൻ്റെ കെട്ടിയൻ വലിയ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ട് അത് ആ മെനയെ തന്നെ ഇരിപ്പുണ്ട്. ഈ ഒരു പച്ച ആ ഒരു ഡയലിൻ്റെ ഉള്ളിൽ വരുന്നത് കാരണം ഒരു രക്ഷയില്ല ഈ വാച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കെട്ടിയവൻ്റെ കയ്യിൽ കെട്ടിക്കാണാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ പറ, സൂപ്പറല്ലേ? സൂപ്പറാണെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് അടുത്തത് വീണ്ടും ഒരു ഫോസിലാണ്. ഇതും ആസ് യൂഷ്വൽ എൻ്റെ കെട്ടിയവൻ്റെത്. ഇത് ഒത്തിരി ഉപയോഗിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇതിൻ്റെ ലുക്ക് കാണുമ്പോഴേ നിങ്ങൾക്കറിയാം. എന്നിരുന്നാലും ഇപ്പോഴും എൻ്റെ കെട്ടിന് ഉപയോഗിക്കും. കാര്യം എന്തോ ഫോസിലല്ലേ ആൾ, എങ്ങനെ കൈവിടും? അപ്പം നമുക്ക് അടുത്ത കാണാം. അപ്പോൾ അടുത്തതൊരു ടോമിച്ചായൻ്റെ വാച്ചാണ് കേട്ടോ. ഇതൊരു രക്ഷയില്ലാത്ത ബ്ലൂ സ്ട്രാപ്പിൽ വരുന്ന ഗോൾഡൻ ഡയൽ മിക്സാണ്. ഉള്ളിൽ ബ്ലൂ ഉണ്ട്. ഒരു 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 പ്രത്യേക തരം ഭംഗിയുണ്ട് ഈ വാച്ച് കാണാൻ അല്ലേ. എൻ്റെ കെട്ടിയവൻ്റെ ഫേവറേറ്റ് ആണ്, പറയണ്ടല്ലോ. ഇതും ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ വലുതായിട്ട് പന്നലൊന്നും ആയില്ല, ഇപ്പോഴും നല്ല സെറ്റായിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത കാണാം. അടുത്തത് ഈ ബ്ലൂ സ്ട്രാപ്പിൽ വരുന്ന ബ്ലൂ ആൻഡ് ബ്ലാക്ക് ഡയലിൽ ഉള്ള ഈ ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ്. ഇത് എൻ്റെയാണ്, ബട്ട് ഇത് യൂണിസെക്സ് ആണ്, ആർക്ക് വേണേലും ഉപയോഗിക്കാം. പക്ഷേ ഇത് ഞാനും എൻ്റെ കെട്ടിയോരും ഉപയോഗിക്കുന്നില്ല, ചുമ്മാ ഇങ്ങനെ കാണാൻ വേണ്ടി ഒരു ഷോ പീസ് പോലെ വെച്ചേക്കുക. കൊള്ളാമല്ലേ? കുഴപ്പമില്ല, ഉപയോഗിക്കാതെ വെച്ചതിൻ്റെ കുറച്ച് കുഴപ്പങ്ങളേ ഉള്ളൂ. അപ്പം നമുക്ക് അടുത്ത കാണാം. ഗൈസ്, അടുത്ത് ഈ ഒരു വാച്ചാണ്. ഇത് ഞാൻ ഒത്തിരി ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു വാച്ചാണ്. സൂപ്പർ, എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു. ഈ ഒരു കളർ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഞാൻ മേടിച്ചൊരു വാച്ചാണ്. ഈ സ്ട്രാപ്പിൻ്റെ കളറൊക്കെ പോയി, ഒരു ലുക്ക് വാച്ചാണിത്. പ്രത്യേക ലുക്കാണ്, കാണുമ്പോൾ തന്നെ അറിയാലോ. ഇപ്പോൾ ഉപയോഗിക്കാറില്ല. സോ നമുക്ക് അടുത്ത വാച്ച് കണ്ടാലോ. അടുത്തത് ടൈറ്റാൻ്റെ ഈ ഒരു വാച്ച് കേട്ടോ. ഈ ഒരു എന്തുവാ പറയുന്നേ, ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് ബ്രൗൺ ഷെയ്ഡിലുള്ള ഈ ഒരു സ്ട്രാപ്പ് വരുന്ന ഈ ഒരു വാച്ച് ഒരു 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 എലഗൻ ലുക്ക് വരുന്ന എന്ന് തന്നെ പറയാം അല്ലേ. നിങ്ങൾ പറ, ലുക്കില്ലേ? ഇതിനെപ്പറ്റി ഞാൻ വലുതായിട്ടൊന്നും പറയുന്നില്ല. അപ്പം ശരി, നമുക്ക് അടുത്ത കാണാം. എൻ്റെ ഒരു
പേഴ്സണൽ ഫേവറേറ്റ് ആണ് കേട്ടോ. എൻ്റെ കെട്ടിയോൻ്റെ വാച്ച് കളക്ഷനിൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ്. ഒരു രക്ഷയില്ലാത്ത ഒരു വാച്ചായത്. അറിയാമല്ലോ, ബ്ലാക്ക് ആരുടെയാണ് ഇഷ്ടമല്ലാത്ത കളറല്ലേ. അപ്പം ഈ ഒരു ബ്ലാക്ക് വാച്ച് ഇഷ്ടപ്പെടാതിരിക്കാൻ വെക്കൂ. ഷോ, വേറെ ലെവൽ ലുക്ക് തന്നെ, കൊള്ളാമല്ലേ. ഇത് എംപോറിയോ അർമാനിയുടെയാണ്. അപ്പം നമുക്ക് അടുത്ത കാണാം. ഓക്കെ. അതുകൊണ്ടേ വന്നിട്ടേ കൂട്ടത്തിലുള്ള റാസാവും. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള വാച്ച്, അതും എൻ്റെ കെട്ടിയോൻ്റെ മോസ്റ്റ് ഫേവറേറ്റ്. ഈ ഒരു ടിസോട്ടിൻ്റെ വാച്ച് എൻ്റെ കെട്ടിയോൻ്റെ ജീവനാണ്. കാണാലോ, സ്ക്രാച്ച് നല്ലതുപോലെ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് വന്നൊക്കെ സ്ക്രാച്ചാണ്. സൂപ്പറാണ് വാച്ച്, രക്ഷയില്ല. ഇത് കെട്ടിയാൽ സൂപ്പറാണ്, കയ്യിൽ ഒരു രക്ഷയില്ല. അപ്പോൾ ഇതിനെയും പറ്റി ഞാൻ വലുതായിട്ട് പറയുന്നില്ല. ഈ ഒരു ബ്ലാക്ക് വാച്ച് എനിക്കും ഒത്തിരി ഇഷ്ടമാണ് പുള്ളിക്കാരൻ്റെ കൈ കെട്ടിക്കാണാൻ. അപ്പോൾ നമുക്ക് അടുത്തത് കണ്ടാലോ. അടുത്തത് ഇതുകൊണ്ട് ഈ ഒരു പാതക് ഫിലിപ്പിയുടെ വാച്ചാണ് കേട്ടോ. ഇത് പ്രത്യേക ഭംഗിയുണ്ട്. ഇതിൻ്റെ കാര്യം ഞാൻ പറയണ്ടല്ലോ. ഇതും കെട്ടിയവന് ഭയങ്കര ഇഷ്ടമാണ്. കൊള്ളാല്ലേ കറങ്ങി കളിക്കുന്ന കാണാൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ വാച്ച് കളക്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇതിലേത് വാച്ചാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയണം കേട്ടോ. ഇതിലേതാണ്, ഇത് രണ്ടാണോ അതോ ഇതാണോ അതോ ഇതിലേതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്താൽ ഞാൻ ഇതിലൊരു വാച്ച് നിങ്ങൾക്ക് ഗീവ് അവേ തരുന്നതായിരിക്കും. ചുമ്മാ പറഞ്ഞ കേട്ടോ. ഏതായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്രയും വാച്ചുകൾ ഉള്ളതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾ പറയാം. അപ്പം നിങ്ങളുടെ കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ അതിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. എൻ്റെ വാച്ചാ കൊള്ളാവുന്നതെന്ന് പറയണേ. അപ്പോൾ എനിക്ക് കാണിക്കാം എൻ്റെ കെട്ടിയോനെ എൻ്റെ വാച്ചാ ഇതിൽ കൊള്ളാവുന്നത്. അപ്പോഴും ആ ക്രെഡിറ്റ് കെട്ടിയോനേ പോകത്തുള്ളൂ. കാര്യം ഇത് കെട്ടിയോൻ സെലക്ട് ചെയ്ത് കഴിച്ച വാച്ചാ. ഷോ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നാളെ വേറൊരു ടോപ്പിക്കായിട്ട് വരാം.